ഡോക്ടർ, ആ രാവിലെ തന്നെ രേണുക അമ്മേന്റെ എന്തെങ്കിലും ഒരു വലിയൊരു കുറിപ്പുണ്ടാവും, അത് വായിക്കാൻ തന്നെ ഒരു അത് സുഖം. അത് ശരിക്കും നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് എഴുതാനുണ്ടായ ഏത് വീഡിയോ ആണ് കാരണം കൂടി അറിയണം. അത് പറയാറില്ല, അത് സീക്രട്ട് ആക്കി വെച്ചിരിക്കുക. അത് സീക്രട്ട് ആയിരിക്കും, അത് നമ്മളിങ്ങനെ അത് വായിക്കുമ്പോൾ വിചാരിക്കും വായിക്കുമ്പോ കുറെ കഴിഞ്ഞിട്ട് എനിക്കറിയാം, വായിച്ചു. എനിക്കറിയാം ഇന്ന വീഡിയോ കണ്ടിട്ടാണ് ഇത് എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഓരോ വീഡിയോയിലുള്ളത് ഉണ്ടാവും, അതെ, ഓരോ വാക്കുകളും അത് നിങ്ങൾ അതിന്റെ കുത്തി ഉള്ളിൽ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ലിങ്ക് അയച്ചു തരും ചിലപ്പോൾ. എങ്ങനെ എഴുതിയിട്ടുണ്ടാവും. വലിയ ഭാഗ്യല്ലേ എനിക്ക് ഒരാളെ കാണാൻ. രാവിലെ അത് കാത്തിരിക്കും, എഴുതുമ്പോ എന്താ എഴുതാൻ വൈകുന്നത്, 10 മണി ആയല്ലോ 10:30 ആയല്ലോ എന്നിങ്ങനെ ചിന്തിക്കും. ഒന്നും എഴുതാൻ പറ്റുന്നില്ല, അതൊക്കെ എത്ര പറ്റും. എഴുതുന്നില്ല, കണ്ടന്റില്ല. കണ്ടന്റ് വീഡിയോയില് കിട്ടുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടന്റ് കിട്ടും. മാഷ് പറഞ്ഞു പിന്നെ അധികം തേടി പോയത്, നമ്മളിപ്പോ ഒന്നൊരു മാഷ വീഡിയോ കണ്ടു കഴിഞ്ഞാല് അതിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടും, അത് പിന്നെ സെർച്ച് ചെയ്യും, അപ്പൊ അതിൽ നിന്ന് വേറൊന്നിലോട്ട് പോകും. അങ്ങനെയാണ് ഇതൊക്കെ എത്തുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിർത്തില്ല, ശ്ലോകങ്ങൾ ഓരോന്ന് പോകുമ്പോ ആ ശ്ലോകത്തുനിന്ന് വേറെ എന്തെങ്കിലും ഒന്ന് കിട്ടും. ഇങ്ങനെ സെർച്ച് ചെയ്യും. അല്ല, ഞാൻ കുറെ കാലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയായത്. ഇന്നൊക്കെ എളുപ്പല്ലേ, ഗൂഗിൾ ചെയ്താൽ പോരെ. ഞാനൊക്കെ തുടങ്ങിയത് ഗൂഗിളൊന്നും ഇല്ലാത്തൊരു കാലത്തല്ലേ, നല്ലോണം കഷ്ടപ്പെട്ടിട്ടാ. പിന്നെ അന്ന് അത്യാവശ്യത്തിന് വിളിച്ചു ചോദിക്കാൻ ഗുരുവിന്റെ അടുത്ത് ഫോണോ നമ്മുടെ അടുത്ത് ഫോണോ പോലും ഇല്ലാത്ത കാലത്താണ്. നേരിട്ട് കണ്ടാലല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ എഴുതി വെച്ചിട്ട് പോകും, എന്നിട്ട് കാണുമ്പോഴൊക്കെ ഇരിക്കും, അതൊക്കെ റെക്കോർഡ് ചെയ്യും. ഓഡിയോ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കുറേ മണിക്കൂറുകളോളമുള്ള ഡിസ്കഷൻസ്. അങ്ങനെയൊക്കെയാണ് അന്ന് പഠിച്ചത്. അത് കേട്ട് കേട്ട് നോട്ടുണ്ടാക്കും. ആ നോട്ടുകൾ ഉണ്ടാക്കി എഴുതി വെച്ചത് പിന്നെ അത് പ്രഭാഷണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചിട്ടാക്കി മാറ്റി കയ്യിൽ വെച്ച് നടക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. നമ്മളെന്ന് വെച്ചാല് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും പഠിത്തം ഇങ്ങനെ വരുമ്പോ നമുക്ക് വേറൊന്നിലോട്ടോ വേറെ വീഡിയോ കാണാനോ അങ്ങനെ മനസ്സ് പോവില്ല. നമുക്ക് ഒരു ലേശം എവിടെന്നെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ ഓടി വന്നിട്ട് അതിന്റെ ബാക്കി കാണാൻ, കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടിക്കൊണ്ട് നിൽക്കുന്നില്ല, അപ്പൊ ഭയങ്കര സന്തോഷമാണ്. ഇത്ര നാളും അങ്ങനെ അല്ല, കൂട്ടി പഠിക്കുമ്പോൾ വെച്ച്. കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നല്ല സന്തോഷമാണ്. കാരണം ബാക്കി എല്ലാ മൃഗങ്ങളെക്കാളും കുറച്ചും കൂടി കേമാൻ നമ്മൾ തോന്നുമല്ലോ. പിന്നെ നമ്മുടെ സത്സംഗത്തിൽ എല്ലാവരിൽ നിന്നും നമുക്ക് അതെ, ഓരോ ഉഷാമയായാലും രേണുമ്മയായാലും പുതിയൊരു ഡോക്ടർ ജി വന്നിട്ടുണ്ട്, എനിക്ക് നമുക്കറിയില്ല, 3-4 ദിവസമേ ആയിട്ടുള്ളൂ. ഓരോരുത്തരും അവരുടേതായ അറിവ് നമുക്ക് പകർന്നു തരുമ്പോ ഒരുപാട് മാറ്റം ഒരു 3-4 മാസത്തിനുള്ളിൽ നമ്മളെ തന്നെ വെച്ച് നോക്കുമ്പോ അല്ല, പഠിക്കാൻ വലിയൊരു പറ്റുക എന്നുള്ള വികാസം. വലിയൊരു ഭാഗ്യമാണ്. തെറ്റു പറഞ്ഞു അറിഞ്ഞില്ല. ഏഹ് അല്ല, എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചു എഴുതി, അത്രേ ഉള്ളൂ. സന്തോഷം. TPSC ഇപ്പൊ തോന്നണ എന്താച്ചാ, കുറച്ചു കാലം മുന്നേ ഇത് സാധിച്ചിരുന്നു എങ്കിൽ കുറച്ചും കൂടി നമ്മളുടെ ഓരോ ലൈഫ് കുറച്ചും കൂടി നല്ല രീതിക്ക് പോവായിരുന്നു എന്നൊരു ഇപ്പൊ അങ്ങനെ തോന്നുക. അത് മോഹൻലാലും ശ്രീനിവാസനൊക്കെ പറഞ്ഞു, എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസാണ്. അത് ശരിയാണ്, അത് ആലോചിക്കാറുണ്ട്. എന്നാലും നമ്മുടെ കയ്യിലല്ലല്ലോ. ഇതിലിപ്പോ ഈ നമ്മുടെ മക്കളൊക്കെ കൂട്ടത്തിലിരിക്കുന്ന മക്കള് ആതിര 9ാം ക്ലാസ് മുതൽ, 9ലല്ലേ മോളൂ ആതിര, 9th ക്ലാസ് മുതൽ എന്റെ കൂടെയുള്ള കുട്ടിയാണ്. ഇപ്പം മാസ്റ്റേഴ്സ് ഡൽഹിയിലാ പഠിക്കുന്നത്. ചിലപ്പോ എന്നെ കണ്ടില്ലെങ്കിൽ ആതിര ഡൽഹിയിലൊന്നും പഠിക്കാൻ പോവില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലേ ആതിര, ഡൽഹി പഠിക്കാൻ പോവോ എന്നെ കണ്ടില്ലെങ്കിൽ? ചാൻസ് കുറവാ ചിലപ്പോ. 2011 ഉണ്ടായിരുന്ന വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ യൂട്യൂബില് വന്നുകൊണ്ടിരിക്കുന്നത് TPSCയുടെ. അതൊക്കെ കാണുമ്പോ 2011 നമ്മൾ ജീവിച്ചിരുന്നല്ലോ, പക്ഷെ നമ്മൾ ഇതൊന്നും അല്ല, അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. 2000 ഞാൻ ആദ്യത്തെ കുറെ ക്ലാസ്സുകൾ നിങ്ങൾ കാണണമെങ്കിൽ ഓരോ മണിക്കൂർ ഇംഗ്ലീഷ് ടോക്ക് ഉണ്ട്. അതാണ് ആദ്യകാലത്ത്. പക്ഷെ അന്നൊന്നും എനിക്ക് വീഡിയോ ഇല്ല, ഓഡിയോ മാത്രമേ ഉള്ളൂ. അത് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ എക്സലൻസ്, VIHE, വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ്, VIHE.
ഡോക്ടർ ടി പി എസ് നടിച്ചാൽ മൈൻഡ് കൺട്രോൾ, മൈൻഡ് മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, ലീഡർഷിപ്പ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഓരോ മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എൻ്റെ കളരിയാണ്. ഞാൻ ആ രാമകൃഷ്ണ മഠത്ത് ക്ലാസ് എടുത്തിട്ടാണ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച ആ സമയത്തൊക്കെ യൂത്ത് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ്. അപ്പൊ അതിൽ ക്ലാസ് എടുക്കാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് അന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകും കുറെ. അപ്പൊ അന്നാണ് നമ്മൾ തുടങ്ങിയത് ഈ പഠിപ്പിക്കാൻ. അതൊക്കെ ഇപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ, ചിലതൊക്കെ ഓഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ് ഡോക്ടർ ടി പി എസ് നടിച്ചാൽ കാണാം. VIHE ഡോക്ടർ ടി പി എസ് കുറേ കാണാം. മിക്കവാറും റിപ്പീറ്റ് ആയതുകൊണ്ട് മിക്കവാറും ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അന്ന് തുടങ്ങിയതായി പണി. ശൃംഗേരി മഠത്തിൽ 3 സമാധി ഇങ്ങനെ പൂജിക്കുന്നുണ്ടല്ലോ, അത് ആരുടെയൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരുമോ? എനിക്ക് അറിയില്ല കേട്ടോ. കുറെ ആശ്രമങ്ങളുണ്ട്. ആ ആശ്രമങ്ങളിലൊക്കെ അവരുടെ മുതിർന്ന സ്വാമിമാരുടെയൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അത് ശൃംഗേരി മഠത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടില് ശ്രീരംഗത്തിലും ഉണ്ട്. ആ, അവിടുത്തെ സ്വാമിമാരുടെ ഏറ്റവും പ്രഗത്ഭരമായ സ്വാമിമാരുടെ അവിടെ എന്താണോ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഞാൻ ശൃംഗേരിയിൽ പോയിട്ടുണ്ട്, പോയ സമയത്ത് അവിടെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. അവിടുത്തെ ഒരു വീഡിയോ ഉണ്ട് ശൃംഗേരി ഡോക്ടർ ടി പി എസ്. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ പോയ സമയത്ത് രാജാക്കന്മാരെ രാജാവായി വാഴിക്കുന്ന സമയത്തുള്ള ചൊല്ലുന്ന മന്ത്രമാണ് എനിക്ക് വേണ്ടി ചൊല്ലിയത്. അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് വേദം പഠിക്കുന്ന കുറെ പേരുണ്ട്. അന്ന് ഞാൻ അവിടെ ഏതോ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് എന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ട് പാടിപ്പിച്ചത് അവിടുത്തെ തിരുമേനി അതാണ്. അവിടെ ശൃംഗേരി മഠത്തില് തിരുമേനിയാണോ അതോ അല്ലല്ല, മഠാധിപതിയാണ്. നമ്മള് തിരുമേനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരുവുള്ളവർ എന്ന് പറയുന്നതൊക്കെ അവരുടെ ഒരു ഇതിനു വേണ്ടിട്ട് പറയാം. മഠാധിപതി എന്നൊക്കെ പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആയി പോകില്ലേ? മഠാധിപതി എന്നല്ലേ പറയുന്നത്? അങ്ങനെയാ പറയേണ്ടത്. എല്ലാ മഠങ്ങളുടെയും മഠാധിപതിയാണ്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ മഠാധിപതിയുടെ പൂജ ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂജ ചെയ്യുന്നവരൊക്കെ പിന്നെ തിരുമേനിമാരാണ്. അത് കേരളത്തില് പണ്ട് കാലത്ത് കേരളത്തിൽ പുതിയതായിട്ട് ക്ഷേത്രങ്ങൾക്ക് മാറ്റം വരുത്തണം തോന്നിയ സമയത്ത് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കുറെ പൂജാരിമാരെ കേരളത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം വ്യത്യസ്തമായ പേരുകളിൽ വ്യത്യസ്തമായ ബ്രാഹ്മണന്മാരുള്ളത്. ബാക്കി ഒരു സ്ഥലത്തും ഇത്തരം ഡയലൂഷൻസ് കാണില്ല. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവര് മഠത്തുനിന്ന് വന്നാലും കുഴപ്പമില്ല, ഏതെങ്കിലും ആശ്രമത്തിന് വന്നാലും കുഴപ്പമില്ല, അവരൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂജാരിമാരും ഒക്കെയാണ്. കേരളത്തിൽ അങ്ങനെ മഠാധിപതി ഒന്നും ഇല്ലല്ലോ. എംബ്രാശൻ, എംബ്രാന്തിരി, ഭട്ടുകാരും പൂജാരിമാരാ. തിരുമേനി, ഭട്ടതിരിപ്പാട്, നമ്പൂതിരി, എംബ്രാന്തിരി, എത്രയോ വകഭേദങ്ങളുണ്ടെന്നറിയോ? പോറ്റി എന്ന് പറഞ്ഞാലും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരൊക്കെ പോറ്റിമാരാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ടാണ്. അവരൊക്കെ ഒരാൾ തന്നെയാണ്. നമ്മുടെ ഇവിടെയുള്ളവരെയും പറയുമല്ലോ പോറ്റിയെന്ന്. ഇവിടെ ആലപ്പുഴ ജില്ലയിലൊക്കെ പോറ്റിമാരുണ്ട്. TP പരമേശ്വരൻ നമ്പൂതിരി, അദ്ദേഹം പോറ്റിയാണ്. പരമേശ്വരൻ പോറ്റി എന്റെ മാഷായിരുന്നു, ഇംഗ്ലീഷ് മാഷ്. അയാള് പയ്യന്നൂർ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അയാള് വന്നത് ആലപ്പുഴയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ബ്രദർ കഥകളി, അദ്ദേഹവും പോറ്റിയാണ്. ഇവരൊക്കെ നമ്പൂരി തിരുമേനിമാരുടെ ഭാഗത്തുപ്പെട്ടിട്ടുള്ള തന്നെ. വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് വന്നതുകൊണ്ട് അവരുടെ റൂട്ടുകൾ വ്യത്യസ്തമായതുകൊണ്ട് അവർക്ക് വ്യത്യസ്ത പേരുകൾ വന്നു എന്ന് മാത്രം. ഇവര് പണ്ട് കേരളത്തിൽ നിന്ന് പോയി കാശ്മീർ വരെയൊക്കെ എത്തിയിട്ടുള്ളവരുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്പൂതിരി ഡിമ്രിയായി. കാശ്മീരിൽ ഒരു ഡിമ്രി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർ കേരളത്തിൽ നിന്ന് പോയ നമ്പൂതിരിമാരാണ്. ഡിമ്രി എന്നാണ് അവരുടെ പേര്. ഡിമ്രി എന്നാണ്. മൂസകമാര് കാശ്മീരി കേരളത്തിൽ വന്നവരാണ്.
നാഗാലാൻഡിൽ നിന്ന് വന്നവരാണ് നായന്മാര്, നമ്പ്യാന്മാരൊക്കെ. നമ്മുടെയൊക്കെ പിതാമഹന്മാരൊക്കെ ആ ഭാഗത്ത് നിന്ന് വന്നവരായിരിക്കും. അതാണോ വാരിയേഴ്സ്? അവിടെ ഉള്ളവരും കുറെ വാരിയേഴ്സ് ആണ്. വാരിയേഴ്സ്. അതെ. ആ. അതുപോലെ ഭട്ട് ബ്രാഹ്മണന്മാരൊക്കെ വന്നിട്ടുള്ളത് ഈ കറാച്ചി ഭാഗത്ത് നിന്നും വന്നിട്ട് നേരെ താഴത്തേക്ക് ഗുജറാത്തിൽ വന്ന് ഗോവയിൽ വന്ന് പിന്നെ മംഗലാപുരം വരെ വന്നിട്ടുള്ളവരുണ്ട്. ഭട്ട് സാരസ്വത് ബ്രാഹ്മിൻസ് ആണ് അവര്. ഇവർക്കൊക്കെ അങ്ങനെ ഒരു കഥയുണ്ട്, ഓരോ സ്ഥലത്ത് നിന്ന് വന്നിട്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ ആര്യൻ ഇൻവേഷന്റെ ഒരു കഥ പറയുന്നത് അങ്ങനെയാണ്. അവിടുന്ന് വന്നിട്ടുള്ളവരാണ് പലരും. നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് രാവണന്റെ ഗ്രൂപ്പാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ പണ്ട് മഹാബലി ഭരിച്ചത് നമ്മളെ. ബലി എന്ന് പറയുന്നത് ദേവഗ്രൂപ്പ് അല്ലല്ലോ, രാക്ഷസന്മാരുടെ ഗ്രൂപ്പാണ്. രാവണന്റെ പുത്രന്റെ 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 പുത്രനാണ് മഹാബലി. പുപ്പൗത്രനാണെന്ന് പറയും. അപ്പൊ മഹാബലി ഭരിച്ചതാണ് ഏറ്റവും നല്ല രാജാവെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഏത് ഗ്രൂപ്പ് പെട്ടിട്ടുള്ളതാണ്? ദ്രാവിഡിയൻസ് ആണ്. നമ്മളൊക്കെ രാക്ഷസന്മാരുടെ വകുപ്പ് പെട്ടിട്ടുള്ളതാണ്. അതിൽ ചില ആൾക്കാരൊക്കെ നോർത്ത് നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. ബേസിക്കലി അങ്ങനെ വന്നവരാണ് പലരും. പക്ഷെ ഇതുപോലെ ഇപ്പൊ നമ്മളിപ്പോ കൊച്ചിയിലെല്ലാം പോയി മട്ടാഞ്ചേരി ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഗുജറാത്തുകൾ നേരത്തെ അങ്ങനെ ഓരോ സ്ഥലമില്ല. ഇപ്പൊ പഞ്ചാബികൾ താമസിക്കുന്ന കോഴിക്കോട്, അതൊക്കെ അവർ പണ്ടും ഇവിടെ വന്ന് വ്യവസായത്തിന് അങ്ങനെ വന്നിട്ട് അവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ടുള്ളവരാണ്. ഇവിടെ മാത്രമൊന്നുമല്ല. ഞാനിപ്പം ഒമാനിൽ പോയ സമയത്ത് 2002 ഒമാനിൽ പോയപ്പോ അവിടുത്തെ ഗുമസ്തൻ പണ്ട് പെട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ബുക്ക് വെച്ചിട്ട് എഴുതുന്ന ആള് അവിടുത്തെ രാജാവിന്റെ ഖജാൻജിയാണ്. അത് ഗുജറാത്തുകാരനാണ്. അവിടെ കിംജി എന്ന് പറയുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് നിന്ന് പോയിട്ടുള്ള ആളാണ്. ഒമാന്റെ 2/3 ഭാഗം അയാളുടെ കയ്യിലാണ്. അതേപോലെ ഇപ്പം ഇതേപോലെ നമ്മളെ ഈ കേരളത്തിലെ പോലെ നമ്മുടെ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇതുപോലെ മലയാളികൾ പോയി ഇങ്ങനെ? കുറേ സ്ഥലത്തുണ്ട് അങ്ങനെ. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഗുജറാത്തിന്റെ ഭാഗത്ത് എവിടെയോ ഒരു വില്ലേജ് ഫുൾ മലയാളികളാണ്. ഒറീസയിലുണ്ട് അങ്ങനെ. അവിടെ പോയി താമസിച്ചിട്ടുള്ള അവരെ ഇപ്പോഴും അതേപോലെ ജീവിക്കുന്ന സെറ്റിൽമെന്റിന്റെ കഥ അടുത്ത കാലത്ത് ടിവിയിലൊക്കെ ഞാൻ കണ്ടു. അങ്ങനെയുണ്ട് പല സ്ഥലത്തും. 47 കുടുംബങ്ങൾ മാത്രമേ ഉള്ളത്. ഒരു ഐലൻഡ് പോലെയാണ്. ഐലൻഡ് പോലെ വെള്ളം കൊണ്ടല്ല പറഞ്ഞത്, അവരുടെ ജീവിതം കൊണ്ട് അങ്ങനെയാന്ന് പറഞ്ഞത്. അങ്ങനെയുണ്ട് പലരുണ്ട് പല സ്ഥലത്തും. ഇപ്പൊ നോർത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ട് ജോലി തേടിയിട്ട് പോയ 37 നസ്രാണി നേഴ്സുമാര്. അവര് അവിടെ ഒരേപോലെയുള്ള ഡ്രസ് ഇട്ട് പോകുമ്പോൾ പോലീസുകാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും നടക്കണമെന്ന്. അവിടെ ആ ഒരു ഗ്രൂപ്പ് തന്നെ ജീവിച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താക്കന്മാരും അവരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സ്ട്രോങ് മലയാളി കമ്മ്യൂണിറ്റിയാണ്. കുറെ കൊല്ലങ്ങളായിട്ട് അവിടെ ഉള്ളവരാണ്. ഞാൻ ഫിജിയിൽ പോയ സമയത്ത്, ഫിജിയിൽ പണ്ട് ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയുടെ ഭാഗത്തു നിന്നൊക്കെ കരിമ്പുണ്ടാക്കാൻ വിദഗ്ധരായിട്ടുള്ള മനുഷ്യന്മാരെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയ സമയത്ത് പറഞ്ഞത് നിങ്ങളെ ഈ ഷിപ്പിൽ കൊണ്ടുപോയാൽ 6 മാസം കഴിഞ്ഞാൽ ഒരു ഷിപ്പ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമെന്നാണ്. പിന്നെ അവരെ കൊണ്ടുവന്നിട്ടേ ഇല്ല, അവിടെ വിട്ടു. അവരവിടെയുള്ള സ്ത്രീകളൊക്കെ വിവാഹം കഴിച്ച് അവിടുത്തെ നാട്ടുകാരായി മാറി. ഞാൻ അവിടെ പോയ സമയത്ത് കുറേ അത്തരം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവര് മതം മാറി വ്യത്യസ്തമായ സ്ഥലത്തേക്ക് പോയി. അവർക്കൊന്നും തിരിച്ചു വരാൻ പറ്റില്ല. അവളെ മിഗ്രൻസ് എന്നാണ് പറയുക. എമിഗ്രൻസ് എന്നുള്ളതിന്റെ എമിഗ്രേഷൻ എന്നുള്ളതൊക്കെ മാറി, ആ പേരേ മാറി അവരുടെ. എൻ്റെ റിതം ഓഫ് ലൈഫിന്റെ കവിതയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഫിജി ഡോക്ടർ TPS നടിച്ചാൽ കാണാം. അങ്ങനെ കുറേ സ്ഥലമുണ്ട്. പല സ്ഥലത്തും അത്തരം ആൾക്കാർ പോയി താമസിച്ച് സെറ്റിൽ ചെയ്തിട്ടുള്ള കഥകളൊക്കെ കാണാം. ഇന്ന് ഈ ഒരു ടോക്കിന് തൊട്ട് മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തത് റോമില് ആദ്യത്തെ അവിടുത്തെ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ നടത്തുന്ന ബ്ലെൻഡഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫിസിക്കലും ഓൺലൈനും ഇന്റർനാഷണൽ കേംബ്രിഡ്ജിൽ നടക്കുന്ന അതിന്റെ ഓണറുമായിട്ടാണ്. അത് മലയാളിയാണ്. 15 കൊല്ലമായി അവിടെ സ്കൂൾ നടത്തുന്നു.
ഇപ്പൊ കുറേ പേരുണ്ട് ലോകത്തിന്റെ പല ഭാഗത്ത് പോയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. നോർത്ത് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ സ്കൂൾസ് നടത്തുന്ന ടീച്ചർമാരുടെ, ഞാനിപ്പോ സ്ഥിരമായിട്ട് എന്തുകൊണ്ടാണ് പണ്ടൊക്കെ അരുണാചൽ പ്രദേശിൽ പോകാൻ കാരണം, അവിടുത്തെ ഏറ്റവും കൂടുതൽ സ്കൂൾസ് നടത്തുന്നത് കേരളത്തിലെ വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയാസ് ആണ്. അതിന്റെ എഡ്യൂക്കേഷൻ ചീഫും അവിടുത്തെ വളണ്ടിയേഴ്സും ഒക്കെ മലയാളികളാണ്. കൃഷ്ണകുമാറും ഉണ്ണികൃഷ്ണനും രാധാദീദിയും ഒക്കെയാണ് ഒരു കാലത്ത് അവിടെ ഭരിച്ചിരുന്നത്. വിവേകാനന്ദ വിചാര കേന്ദ്രം അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? അവർ വിവേകാനന്ദന്റെ വിഷൻ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് തൊട്ടടുത്ത് കൊച്ചിക്കടുത്തുള്ള കൊടുങ്ങല്ലൂര് വിവേകാനന്ദ കേന്ദ്ര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ലക്ഷ്മി കുമാരി അമ്മ അവര് വിവേകാനന്ദ കേന്ദ്രത്തിന്റെ കന്യാകുമാരിയുടെ ചീഫായിരുന്നു. അവിടുന്ന് റിട്ടയർ ആയപ്പോഴാണ് തിരിച്ചങ്ങോട്ട് വന്നത്. വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലൊട്ടും. അതാരാ എഴുതിയത്? അത് ഇംഗ്ലീഷ് കവിയുടേത് ഉണ്ണി കൃഷ്ണവാര്യരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരാണത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? NV കൃഷ്ണവാര്യരാണെന്നാണ് മനസ്സിലാക്കുന്നത്. പുത്തേഴത്ത് രാമൻ മേനോൻ. ശരി. ആ പുത്തേഴത്ത് രാമൻ മേനോന്റെ മകളാണ് ഡോക്ടർ ലക്ഷ്മി കുമാരി അമ്മ. അത് മഹാത്മാഗാന്ധിയുടെ തൃശ്ശൂർ വെച്ചുള്ള ഒരു പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിമിഷ കവിയെ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് പുത്തേഴത്ത് രാമൻ മേനോൻ. അദ്ദേഹത്തിന്റെ മകളാണ് ലക്ഷ്മി കുമാരി അമ്മ. ഞാനവിടെ ക്യാമ്പൊക്കെ നടത്തിയിട്ടുണ്ട്. ലക്ഷ്മി കുമാരി അമ്മയുടെ പിന്നെ വിവേകാനന്ദ കേന്ദ്രത്തിൽ ഞാൻ ക്ലാസ് നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് TPSC മെൻഷൻ ചെയ്തു. അതുപോലെ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോ ദശമഹാവിദ്യയുടെ ആദ്യത്തെ ക്ലാസ് ഞാൻ എടുത്തത് ലക്ഷ്മി കുമാരി അമ്മയുടെ സ്ഥലത്ത് വെച്ചാണ്. ഞാൻ ഒരു പ്രഭാഷണം കേൾക്കാൻ പോയതാണ് സുവർണ നാലപ്പാട്ടിന്റെ. അത് കേൾക്കാൻ പോയപ്പോൾ അവരൊന്നും വന്നില്ല. ഇപ്പൊ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന 10-200 പേരുണ്ട് അവിടെ. അപ്പൊ ലക്ഷ്മി കുമാരി അമ്മ എന്നെ പിടിച്ച് നേരെ സ്റ്റേജിൽ കയറ്റിരുന്ന പ്രഭാഷണം ഡോക്ടർ TPSന്റെ വക. അന്ന് ഞാൻ പിന്നെ ദേവി സങ്കല്പത്തെ കുറിച്ച് പറയാന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഞാൻ അമ്മ എന്നാ വിളിക്കുക ലക്ഷ്മി കുമാരി അമ്മ. അമ്മയ്ക്ക് വലിയ ഇഷ്ടമായി. കാരണം അവരുടെ തറവാടെന്ന് പറയുന്നത് ഞാൻ ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുട വിട്ട് തൊട്ടടുത്താണ്. ഇപ്പൊ റിട്ടയർമെന്റ് ആയ സമയത്ത് പൂർണ്ണമായിട്ടും അവിടെ ഒരു ആശ്രമം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, താമസിക്കാൻ പറ്റിയ സ്ഥലം. യോഗയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. ലക്ഷ്മി കുമാരി അമ്മ എപ്പോഴും അവിടെ ഉണ്ട്. ഇവിടെ വന്നിരുന്നു ഹൈദരാബാദിൽ. എൻ്റെ വീട്ടിലൊക്കെ ഒരു വർഷം മുമ്പ് വന്നിരുന്നു. ഇവിടെയൊക്കെ ഹൈദരാബാദിലൊക്കെ ഒരു പ്രാവശ്യം വന്ന സമയത്ത് എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ കണ്ടിരുന്നു. അവിടെ യോഗ പഠിപ്പിക്കുന്ന ഒരു ആചാര്യനുണ്ട്. അയാൾ തെലുങ്കനാണ്. ഒരു സ്വാമി ഉണ്ട്. കുറെ പേരുണ്ട്. അങ്ങനെ താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ എൻ്റെ ഒരു എഴുത്തുകാരനെ ഞാൻ അവിടെ ആക്കിയിരുന്നു. കൊട്ടാരത്തിൽ നരേന്ദ്രൻ ഡോക്ടർ TPS നടിച്ചാൽ കാണാം ഒരാളെ. ഒരു ആലപ്പുഴക്കാരനാണ്. അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് ഞാൻ കേരളത്തിൽ കൊണ്ടുവന്ന സമയത്ത് ഞാൻ താമസിപ്പിച്ചതും പാർപ്പിച്ചതും കൊടുങ്ങല്ലൂരാണ്. കവിത ചൊല്ലിയ അതെ 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 അതെ. നമ്മള് കടമ്പ് പൂവിന്റെ ആ മരത്തിന്റെ കൃഷ്ണക്കുറിച്ചൊക്കെയുള്ള സച്ചിദാനന്ദന്റെ ഒക്കെ കവിത അദ്ദേഹം ചൊല്ലുക സാധാരണ. അദ്ദേഹവും ഞാനും തുടങ്ങിയ ഒരു മാഗസീനാണ് ഗുരുസാഗരം. ഞാനങ്ങനെ ഒരു മാഗസീനൊക്കെ തുടങ്ങിയിരുന്നു. ആലപ്പുഴക്കാരന്റെ സഹായത്തോടു കൂടി കൊടുങ്ങല്ലൂർ വെച്ച് പ്രിന്റ് ചെയ്തിട്ട് ഗുരുസാഗരം എന്നാണ്. OV വിജയന്റെ നോവലിന്റെ പേരാ ഇട്ടത്. ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു തുടങ്ങിയതാണ്. ഇപ്പൊ രണ്ടാമതും പാഞ്ചജന്യം മഹാ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഞാനാണ് നാഷണൽ ചെയർമാൻ. അതിന്റെ ഭാഗമായിട്ട് ഗുരുസാഗരം ഇനിയും പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന്റെ ഇനീഷ്യേറ്റീവ് ഒക്കെ തുടങ്ങി. സംഹിതയെ കുറിച്ച് പറയുമോ TPSC? എന്താ പറയാ? ഇപ്പൊ പറഞ്ഞു തുടങ്ങിയ തീരുവോ? എന്നാ പിന്നെ അടുത്ത സെഷനിലാവാം, എപ്പോഴെങ്കിലൊക്കെ ആവാം. ഇന്ന് രാവിലെ മാഷിന്റെ വീഡിയോയിലൊക്കെ എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ് എന്ന് പറഞ്ഞ കോട്ട് അത് വിവേകാനന്ദന്റെ ആണ്.
വിവേകാനന്ദ കോട്ട് അത് രാവിലത്തെ ഇതിലുണ്ടായിരുന്നു. ഗുഡ് ഇനഫ്. ഉവ്വ്. വിനിതക്കൊന്നും ചോദിക്കാനില്ലേ? തുഷാര ഒന്നും മിണ്ടണേ ഇല്ല. ഷാനി കേട്ടിട്ടേ ഇരിക്കാം മാഷെ. സുനിത എവിടെയോ യാത്രയിലാന്ന് തോന്നുന്നു. TPS ഞാൻ 2 ക്വസ്റ്റ്യൻസ് അയച്ചിരുന്നു. ആ അത് സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അടുത്ത സെഷനിലാണ് ചോദിക്കൂ, ഷോർട്ടാണ്. ഞാൻ ഓർക്കണില്ലേ, ഞാൻ സാധാരണ മെസ്സേജ് ഇങ്ങനെ കേൾക്കും എന്ന് പറയാം. ഞാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. എനിക്ക് അയക്കാൻ വേണ്ടിയിട്ടോ കാണാൻ വേണ്ടിയിട്ടില്ല. സത്യം പറഞ്ഞ ഒന്നും കണ്ടില്ല. ഓക്കെ ഓക്കെ. ഞാൻ ചോദിച്ചിരുന്നത് നമ്മള് ഭഗവത്ഗീത ചാൻഡ് ചെയ്യുമ്പോ ലാസ്റ്റ് തത്സത് ഭഗവത്ഗീതാസു ഉപനിഷത്സു എന്ന് വായിക്കും. ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്നാണ് പറയാ. കാരണം ഭഗവത്ഗീത ബ്രഹ്മവിദ്യയാണ്, ഹൈലി ക്രിയേറ്റീവ് ആണെന്ന് അർത്ഥം. അതെ അതെ. പിന്നെ യോഗശാസ്ത്രമാണ്, ഉപനിഷത്താണ്. ഉപനിഷത്തിന്റെ എസൻസ്, അതിന്റെ ധ്യാന ശ്ലോകം ഒന്ന് കേട്ടാ മതി. ധ്യാന ശ്ലോകം ഭഗവത്ഗീത ഡോക്ടർ TPS നടിച്ചാൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉപനിഷത്താവുന്ന പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന ഗീതയാണ് എന്ന് പറഞ്ഞാൽ മിൽക്കാണ് ഗീത. ഏതാ ശ്ലോകം? എന്താ ആരും ചൊല്ലാത്ത? എന്താ ഭഗവത്ഗീതയുടെ? പിന്നെ സർവോ ഉപനിഷത്തോ ഗാവോ. എല്ലാ ഉപനിഷത്തുകളും കൂടിച്ചേർന്നാൽ ഒരു പശുവാണെന്ന് സങ്കല്പിക്കുക. ദുഗ്ധോ ഗോപാല നന്ദന, അതിനെ കറന്നെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഈ മുദ്രയെ ജ്ഞാനമുദ്ര എന്ന് പറയാം. ഈ മുദ്ര ജ്ഞാനമുദ്രയാണ്, പശുവിനെ കറക്കുന്ന മുദ്രയാണ്. അതുകൊണ്ടാണ് എല്ലാ പഠനത്തിന്റെ സമയത്തും ജ്ഞാനമുദ്രയാണ്. എല്ലാ സന്യാസിമാരും ജ്ഞാനമുദ്രയിലാണ് പഠിക്കുക. സർവോപനിഷത്തോ ഗാവോ ദുഗ്ധോ ഗോപാലനന്ദന. അപ്പോ ഉപനിഷത്ത് എന്ന് പറയുന്ന പശുവിൽ നിന്നും കൃഷ്ണനാകുന്ന പാൽ ചുരത്തി കൊടുത്തിട്ടുള്ള സമയത്ത് അതിനെ കറന്നെടുക്കുകയാണ്. ചുരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അകിടിൽ പോയിട്ട് കുടിക്കുന്ന ആളാണ് ആര്? അർജുനൻ. അർജുനന്റെ ചോദ്യാണ് അല്ലേ? അതാണ് പാർത്ഥനാവുന്ന, ദുഗ്ധം വേണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ആ കൊച്ചു കിടാവാവുന്ന പാർത്ഥൻ പോയി ഉപനിഷത്തിൽ നിന്ന് തൊടുമ്പോഴാണ് ആ ചോദ്യം എന്ന് പറയുന്നത് ഉപനിഷത്താണ്. കാരണം എന്താ? അടുത്തിരുന്ന് പഠിക്കുന്നതാണ് ഉപനിഷത്ത്. ഈ സത്സംഗം എന്ന് പറയുന്ന ഉപനിഷത്താണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഉപനിഷത്താണ്. അടുത്തിരുന്നിട്ടാണ് കേൾക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ഇവിടെ എന്താ നടക്കണേ? ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഉപനിഷത്ത് എപ്പോഴും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. വേദം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ചോദ്യോത്തരങ്ങളാണ്, ഗൈഡ് ബുക്കാണ് ഉപനിഷത്ത്. അതുപോലൊരു ഗൈഡ് ബുക്കാണ് ഭഗവത്ഗീത. അതുപോലൊരു ഗൈഡ് ബുക്കാണ് ഇപ്പൊ നമ്മൾ നടത്തുന്ന സത്സംഗം. ആ ശിവകാന്ത് മാഷ ഒരു കാര്യം ചോദിച്ചോട്ടെ. നടുവില് ജ്ഞാനത്തെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് അവിടെ വന്നോന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നടുവില് ഞാൻ എന്റെ പഴയ തറവാടാ. ഇപ്പൊ അവിടെ ഇപ്പൊ എന്താ വലിയ കാര്യമൊന്നുമില്ല. എന്റെ പഴയ തറവാടാണ്. ഞാൻ ജനിച്ച സ്ഥലമല്ല, ഞാൻ വളർന്ന സ്ഥലമാണ്. ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് വലിയ ജ്ഞാനമുദ്ര പിടിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ഇതാണ് തല. ഇതാണ് തല. ഞാൻ എന്റെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ കോപ്പിയിങ് മെഷീനിൽ പോയിട്ട് ഈ 2 കൈയും ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. ഈ ഭാഗം, ഈ 2 വിരലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫോട്ടോ കോപ്പിയിങ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ പടം എടുത്താൽ ഇതെന്റെ തലയും ഇതെന്റെ കാലും ആസ്പെക്ട് റേഷ്യോ കറക്റ്റ് ആയിട്ട് വരും. എൻ്റെ ശരീരത്തിന്റെ റേഷ്യോ ആണ് എൻ്റെ കയ്യിൽ. എല്ലാവരുടെ കയ്യിലും അങ്ങനെയാണ്. അപ്പൊ ഇത് തലയും ഇത് കാലുമാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ചിന്തിക്കുക. അപ്പൊ തലയിൽ കൈ വെച്ചിട്ടാണ് ചിന്തിക്കുക. ഇതാണ് കൈ. അപ്പൊ കൈ ഇതേപോലെ വെക്കുമ്പോൾ ചിന്തകൾക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടും.
ഇപ്പൊ തല ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ വെക്കുമല്ലോ, അതിന് ഇക്വലന്റ് ആണ് ഇങ്ങനെ പിടിക്കുന്നത്. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ കൈ ഇങ്ങനെ ആക്കുക, എല്ലാവരും കണ്ടിട്ടില്ലേ? ഈ വിരലാണ് കടിക്കുക. ഇപ്പൊ തല ആണ് നമ്മുടെ ടെൻഷന്റെ. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ, ഇപ്പൊ വയറുവേദന ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വയറുവേദന മാറും. കാലിന് വേദനയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രസ് ചെയ്താൽ ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ അക്യുപ്രഷർ എന്ന് പറയുന്നത് കയ്യിൽ കിടക്കുന്ന ചികിത്സ. നമ്മൾ പലരെയും ചികിത്സിച്ചിട്ടുണ്ട് അങ്ങനെ. നമുക്ക് എളുപ്പം തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഈ കയ്യിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് തല കൈയുമായിട്ട് ചേർക്കുമ്പോൾ ചിന്തകൾ കൂടും. അതാണ് ജ്ഞാനമുദ്ര, കോൺസെൻട്രേഷന്റെ മുദ്രയാണിത്. ഓരോന്നിനുണ്ട് മുദ്ര ശാസ്ത്രം, പൂജ ചെയ്യുന്ന സമയത്തുള്ള സിംബോളിക്, ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാം. എൻ്റെ പഴയ വീടാണ് ജ്ഞാനം, ഞാൻ വളർന്ന സ്ഥലമാണ് ജ്ഞാനം. ഇപ്പൊ കുറേ പേര് വന്നിട്ട് അവിടെ താമസിക്കാറുണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്, മിനിമം താമസിക്കാനൊക്കെ ഉള്ള. പിന്നെ നാട്ടുകാരൊക്കെ വരും, എൻ്റെ മാഷന്മാരൊക്കെ വരും, ബന്ധുക്കളൊക്കെ വരും. ഈ ഗ്രൂപ്പിൽ തന്നെ ശാന്തേച്ചുണ്ട്, ശാന്തേച്ചൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലൊക്കെ വരും, ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആരെങ്കിലൊക്കെ വരും. പണ്ട് കുറേ പല പല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ ഇഷ്ടം പോലെ വന്ന് താമസിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് തുടങ്ങിയത്. ഗൾഫിൽ ഹോളിഡേയ്സ് ആകുമ്പോൾ അവർ നാട്ടിൽ വരുമ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ കുട്ടികളൊക്കെ മിക്കവാറും സ്കൂളിൽ ഇപ്പോൾ ഉണ്ടാവും. അവർ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് വെക്കേഷൻ വരിക, അല്ലേ തുഷാര? അപ്പൊ വരുമ്പോ ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റും വിചാരിച്ചാൽ അവർക്ക് അവരുടെ ബന്ധുക്കളൊക്കെ ആയിട്ടൊന്നും ചെലവഴിക്കാൻ സമയം ഉണ്ടാവില്ല, അവർക്ക് കൂട്ടുണ്ടാവില്ല, അവര് വില്ലേജ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ എൻ്റെ ഒരു കസിൻ പപ്പാട്ടനുണ്ട്, പപ്പാട്ടൻ അവരെ കൊണ്ട് നീന്താൻ പഠിപ്പിക്കും കുളത്തിൽ. പഴയ അമ്പലക്കുളത്തിലൊക്കെ പോയി നീന്തുക എന്നുള്ള വലിയ സംഭവമല്ലേ. അങ്ങനെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് രമേശ് പയ്യന്നൂരാണ്, ഏഷ്യാനെറ്റ് റേഡിയോയിൽ ഉണ്ടായിരുന്നത്. ഏഷ്യാനെറ്റ് റേഡിയോയിലാണ് എന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്തത് ഗൾഫിൽ. ഞാൻ എപ്പോൾ പോയാലും എൻ്റെ ഇന്റർവ്യൂ ഉണ്ടാവും. ഏഷ്യാനെറ്റ് റേഡിയോ ഡോക്ടർ TPS നടിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂ കാണാം. അതിനകത്ത് റെക്കോർഡഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്, അതല്ലാത്തതുണ്ട്. രാജീവ് കോടമ്പള്ളി, അതിനൊക്കെ ഇന്റർവ്യൂ ചെയ്യും പറയാണ്ട് കണ്ണിന്ന് വെള്ളം വരുവാണ്. അത്രയും സ്നേഹമായിരുന്നു എന്നോട്. ഓരോ പ്രാവശ്യവും എനിക്ക് തോന്നുന്നു, ഓരോ പ്രാവശ്യവും വരുമ്പോൾ നമ്പർ ഓഫ് അവർക്ക് അവരുടെയൊക്കെ നമ്പർ ഓഫ് വ്യൂവേഴ്സിന്റെ എണ്ണം അറിയാലോ അവർക്ക്. അത് ആയിരക്കണക്കിന് ആൾക്കാർ വിളിച്ച് എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഒക്കെ പറയാറുണ്ട് കൊടമ്പള്ളി. അപ്പൊ അവര് മിക്കവാറും രമേശിനെ എൻ്റെ അടുത്ത് വന്ന് കുറെ പ്രാവശ്യം താമസിച്ചിട്ടുണ്ട്. താമസിച്ചു എന്ന് പറഞ്ഞാൽ അര ദിവസത്തിനൊക്കെ വരും, എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാ പോവാം. അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ട് എല്ലാ രാജ്യത്തും, ഗൾഫിൽ നിന്ന് എല്ലായിടത്തും ആൾക്കാർ വന്ന് താമസിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് വരും അവർ. കോഴിക്കോടൊക്കെ അന്ന് കണ്ണൂർ എയർപോർട്ടും ഇല്ല. കോഴിക്കോട് എയർപോർട്ടിൽ പോയാൽ ഞാൻ പിക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കാൻ എൻ്റെ കൂടെ. അങ്ങനെ കുറേ പേര്. ഇപ്പൊ ജീവിതം പഠിക്കുക. വില്ലേജ് എന്ന് പറയുന്നത്, എൻ്റെ വില്ലേജ് ചെറിയൊരു വില്ലേജാണ്. അപ്പൊ എല്ലാവരും ബന്ധുക്കളാണ്. അപ്പൊ അവിടെ ചേട്ടൻ വരും, എൻ്റെ ചെറിയമ്മമാർ വരും, എൻ്റെ ബ്രദേഴ്സൊക്കെ വരും, കസിൻസ് വരും, അവരൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതവും. അപ്പൊ അവര് ഇത്രയും കൊല്ലായിട്ട് ഞങ്ങൾക്ക് ഇത്രയും ആൾക്കാരൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ട് 200 പേരെയൊക്കെ 10 ദിവസം പരിചയപ്പെട്ടത് ആദ്യം എന്നൊക്കെ പറയും. അവരൊക്കെ കുടുംബം പോലെ ആയിരിക്കും. കരയും. 10 ദിവസം കഴിയുമ്പോൾ പിള്ളേർ കരഞ്ഞിട്ട് പോകും. പോണ്ടാന്ന് പറഞ്ഞ് കരഞ്ഞ പിള്ളേരുണ്ട്. 3 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് 40 ദിവസമൊക്കെ താമസിച്ചു കണ്ടിന്യൂസ് ആയിട്ട്. 3-4 ക്യാമ്പൊക്കെ ചെയ്തിട്ട് പോയിട്ടുള്ളവരുണ്ട്. പക്ഷെ എന്താ പഠിക്കുക വെച്ചാൽ നമുക്ക് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല. അതിൽ ഡാൻസ് ഉണ്ടാവും, പാട്ടുണ്ടാവും, ഡ്രാമ ഉണ്ടാവും, ക്രാഫ്റ്റ് ഉണ്ടാവും, മരങ്കേറുണ്ടാവും, എന്തും ചെയ്യും, ഇതൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ കാർത്തി അടക്കം, എൻ്റെ വീട് ക്ലീൻ ചെയ്യാൻ വരുന്ന കാർത്തി അടക്കം ഡാൻസിലും ഡ്രാമയിലൊക്കെ പങ്കെടുക്കും. കാർത്തിയ പിള്ളേരെയും കൊണ്ട് നടക്കാൻ പോകും, എന്നിട്ട് കുറെ പഠിപ്പിക്കും. നല്ല മഴക്കാലൊക്കെയാണ്, മഴ നനയും, ശരിക്കും നനയും. നനഞ്ഞ് ചിലപ്പോൾ നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് മഴ നിന്നുപോയി എന്ന് പറയുമ്പോൾ കാര്യം ഞാൻ എൻ്റെ മോട്ടർ അടിച്ചിട്ട് മഴ ഉണ്ടാക്കും, ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കും. എന്നിട്ട് വെള്ളം ചീറ്റി അടിച്ചു കുളിപ്പിക്കും അവർ. എന്നിട്ട് കുളത്ത് കൊണ്ടിടും. 6 മണിക്കൂറൊക്കെ കുളത്തിൽ കുളിക്കുന്ന പിള്ളേരുണ്ട്. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പോകും പിള്ളേർ. ഇത് ശ്വാസം മുട്ടൊക്കെ ഉള്ളവരായിരിക്കും.
കുളിക്കേണ്ട മക്കളെ കുളിച്ചാൽ ശ്വാസം മുട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും അച്ഛനും വിട്ടിട്ട് പോവുക ചെയ്യുക. പിറ്റേ ദിവസം വെള്ളത്തിൽ കൊണ്ടുവരും. ഒരു മുട്ടും വരില്ല. അതൊക്കെ മാറ്റും നമ്മൾ. അങ്ങനെ ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് മാറ്റുക, ഇമോഷണൽ ആയിട്ട് മാറ്റുക. പിന്നെ പല അസുഖങ്ങളിലവർ വരാറുണ്ട്. കഞ്ചാവ് അടിച്ചിട്ട് കേസിൽ പെട്ടിട്ടുള്ളവർ വരും. പക്ഷെ ഈ കൂട്ടത്തിൽ ആരും അറിയില്ല ഇങ്ങനൊരു കുട്ടിയാണ് ഇയാളെന്ന്. തോറ്റ് പാളീസായിട്ട് ഉള്ളവർ വരും. മാത്സ് ഒന്നും പഠിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞവർ. അത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് എനിക്ക് എന്താവണമെന്ന് വെച്ചാൽ മാത്സ് പ്രൊഫസറാണെന്ന് പറഞ്ഞ് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ മാറ്റും. പക്ഷെ അത് പഠിപ്പിക്കുന്ന ഒന്നും ഇല്ല, വേറെ എന്തെങ്കിലുമൊക്കെ അവർ നല്ല പാട്ടുകളൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പേര് പ്രൈംസ് ഇൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു നോക്കും. അത് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സ് തോക്കുമെന്ന് ഉറപ്പുള്ള ഒരുത്തം വന്നിട്ട് 3 ദിവസം താമസിച്ച് 4ാമത്തെ ദിവസം പാട്ടൊക്കെ അടിച്ചിട്ടാ പോയത്. എക്കണോമിക്സ് പഠിക്കാൻ വന്ന എക്കണോമിക്സ് മാത്രമൊന്നുമല്ല, ഇങ്ങനെയുള്ള തമാശയൊക്കെ പഠിക്കും. അത് കഴിഞ്ഞ് അവന് നല്ല മാർക്ക് കിട്ടി. ടീച്ചേഴ്സിനൊക്കെ വലിയ ഡൗട്ടായിരുന്നു ഇതെങ്ങനെ ഇവന് മാർക്ക് കിട്ടിയെന്ന്. എന്നിട്ടാണ് ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ എന്നെ വിളിച്ചത്. ഈ ഒരു പയ്യൻ അങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടാണ് എന്നെ ഇവിടെ ഗസ്റ്റായിട്ട് വിളിച്ചത്. ഞാൻ അങ്ങനെ ജെയിൻ യൂണിവേഴ്സിറ്റി പോയിട്ട് 3 ദിവസം താമസിച്ചു, ജെയിൻ ഇന്റർനാഷണൽ സ്കൂളിൽ. അപ്പൊ അങ്ങനെ കുറെ പിള്ളേർ വന്ന് താമസിച്ചിട്ടുള്ളൊരു സ്ഥലം. അത്രയൊക്കെയുള്ളതിന് പ്രത്യേകത. അതിനു മുമ്പ് 10-15 വർഷം പൊട്ടിക്കിടന്ന സ്ഥലമാണ്. ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ചൊരു വീടായിരുന്നു. അബാൻഡൻഡ് വീട് എന്നൊക്കെ പറയാം. ഇനി എപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്? ഞാൻ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ പോവാ, അല്ലെങ്കിൽ ഞാൻ പോവാറില്ല. അല്ലെങ്കിൽ പോവാ. ഞാനിപ്പോ കോഴിക്കോട് പോകണ്ട്. അടുത്ത ആഴ്ച ഞാൻ കോഴിക്കോടുണ്ട് ഒരു ദിവസം. ഞാൻ 27-ാം തീയതി കോഴിക്കോട് പോയാൽ 28-ാം തീയതി തിരിച്ചു വരും. ഐ എം ജസ്റ്റ് ഗോയിങ് ഫോർ എ ഡേ. ഒരു ദിവസത്തേക്ക് വേണ്ടി കോഴിക്കോട് മർക്കാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്. നമ്മൾ ഈ ഇത്ര എളുപ്പമൊന്നുമല്ല സുനിത ഈ പറയുന്നത്. ഇപ്പൊ കൊച്ചിയിൽ 23-ാം തീയതി ഒരു പരിപാടി. അത് കഴിഞ്ഞ് കൊച്ചിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ 2 ദിവസത്തെ ക്ലാസ്. ഇതൊക്കെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ക്യാൻസൽ ചെയ്യുക. നമ്മുടെ കാശ് പോയി വെറുതെ. നമ്മൾ ഈ കമേഴ്ഷ്യലായിട്ട് ചെയ്യാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. അതേ സമയത്ത് മർക്കാസ് എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവരെ വിളിച്ച സമയത്ത് എവിടെയാണ് ഭക്ഷണം, എവിടെയാണ് താമസിക്കേണ്ടത്, ടിക്കറ്റ് എടുത്തു, അയച്ചു തന്നു, എല്ലാം ചെയ്തു തരും അവർ. ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു താല്പര്യം ഉണ്ടാവുക. ഇപ്രാവശ്യം ഞാൻ കോട്ടയത്ത് പോയി 5 ദിവസം താമസിച്ചു. മഹാമോശമായിരുന്നു. റെസ്പോൺസ് വാസ് ടു ബാഡ്. അത്രയൊന്നല്ല നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മൾ 10 വർഷം മുമ്പ് പോയപ്പോൾ ഇതിനേക്കാളും ഒരു 10 ഇരട്ടി ആൾക്കാരുണ്ടായിരുന്നു. സുനിത കണ്ടതല്ലേ അവിടെ. അപ്പൊ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു റെസ്പോൺസ് ഇല്ലാത്തപ്പോ, ബാക്കിയൊക്കെ പോട്ടെ, ആ റെസ്പോൺസ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് താല്പര്യം കുറയുക. അത് വേണം. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് പലതരത്തിലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പൊ കോട്ടയത്ത് പോയതും താമസിച്ചതും ഒക്കെ നത്തിങ് ഗ്രേറ്റ് ഹാപ്പൻഡ്. അപ്പൊ ഇന്നലെ മിഞ്ഞാന്നങ്ങാണ്ടൊരു കോട്ടയത്തുള്ള അരവിന്ദ വിദ്യാമന്ദിരത്തിൽ തൊട്ടടുത്ത ഒരു അമ്മ വിളിച്ചിരുന്നു. അവരുടെ മക്കള് അവിടെ പഠിക്കണ്ട, അവര് പോലും അറിഞ്ഞില്ല അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉള്ളത്. അപ്പൊ അവരാരെയും അറിയിച്ചില്ല, പാരന്റ്സിന്റെ ഗ്രൂപ്പിലൊന്നും അവർ അറിയിച്ചില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്കൊരു താല്പര്യം കുറയും. ഇൻട്രസ്റ്റ് ഉണ്ടാവണം, അത് പോപ്പുലറൈസ് ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ളവർക്കും ഗുണമുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വെൽ ഓർഗനൈസ്ഡ് ആണെങ്കിൽ, ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ ആവുമ്പോഴാണ് നമ്മൾ പോവുക, അല്ലെങ്കിൽ താല്പര്യം കുറയും. ആദ്യം ഇരുട്ടിലായല്ലോ. ഡൽഹി ആകെ പൊല്യൂട്ടഡ് ആണെന്നൊക്കെയാ പറയണത്. ആദ്യമൊക്കെ കുറെ പ്രാവശ്യം വന്ന് താമസിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം, 2-3 പ്രാവശ്യം 10 ദിവസം 10 ദിവസമൊക്കെ വന്ന് താമസിച്ചു. പറഞ്ഞപ്പോൾ ലൈബ്രറിയിലായിരുന്നു. So I was not able to respond, and it's only because of your influence I was able to come here. That's it. സാറിന് പോണെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയൊരു മോട്ടിവേഷൻ, ആദ്യം ഒരു ഭയങ്കര ഒരു ഇഗ്നേഷൻ ആയിരുന്നു. That's the reason why I'm here. That's it. Thank you. All the best examination. Thank you. അപ്പൊ ശരി, ബൈ ബൈ.
Good day. Thank you, മാഷേ. Thank you. താങ്ക് യു.